മഹാവികാസ് അഘാടി സഖ്യം വിടാനുള്ള സമാജ്വാദി പാർട്ടിയുടെ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഉദ്ധവ് വിഭാഗം ശിവസേന നേതാവ് ആദിത്യ താക്കറെ. മഹാരാഷ്ട്ര SP തലവനും MLAയുമായ അബു അസ്മിക്കെതിരെയാണ് ആദിത്യ താക്കറെ രംഗത്തെത്തിയത്. ചിലപ്പോഴൊക്കെ BJPയുടെ B ടീമിനെ പോലെയാണ് അസ്മി പെരുമാറിയിരുന്നതെന്ന് ആദിത്യ താക്കറെ ആരോപിച്ചു. എന്നാൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ കാര്യം അങ്ങനെയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഖിലേഷ് യാദവ് ഒരു പോരാളിയാണ്, എന്നാൽ അവരുടെ പാർട്ടി മഹാരാഷ്ട്രയിൽ പെരുമാറുന്നത് BJPയുടെ B ടീമിനെ പോലെയാണ്. ഞങ്ങളത് നേരത്തെ മനസ്സിലാക്കിയതാണ്. ഞങ്ങളുടെ ഹിന്ദുത്വ എന്നത് വ്യക്തമാണ്. ഞങ്ങൾ ഒരിക്കലും ഹിന്ദുത്വവാദികളല്ലെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ ഹിന്ദുത്വത്തിൽ ഹൃദയത്തിൽ രാമനുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണത്. B ടീമുകൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരേണ്ട. ഉദ്ധവ് താക്കറെ എല്ലാവരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മഹാരാഷ്ട്ര കണ്ടതാണ്, ആദിത്യ താക്കറെ പറഞ്ഞു. അതേസമയം ആദിത്യ താക്കറെയുടെ വിമർശനത്തിനെതിരെ സമാജ്വാദി പാർട്ടി MLA റൈസ് ഷെയ്ഖ് രംഗത്തെത്തി. തങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ആദിത്യ താക്കറെ ഉയർത്തുന്നതെന്ന് റൈസ് ഷെയ്ഖ് പറഞ്ഞു. ഞങ്ങൾ 2 ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിൽ ആദ്യത്തേത്, നിങ്ങൾ കടുത്ത ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിലേക്ക് നീങ്ങുകയാണോ എന്നാണ്. രണ്ടാമത്തേത്, ആരൊക്കെയാണ് നിങ്ങൾക്ക് വോട്ട് തന്നത് എന്നാണ്. ഈ കാര്യങ്ങളിലൊന്നും വ്യക്തത വരുത്താതെ ഞങ്ങൾ ശക്തമായി എതിർക്കുന്ന BJPയുടെ B ടീം എന്ന ആരോപണമാണ് ആദിത്യ ഉന്നയിച്ചിരിക്കുന്നത്. ഇക്കാര്യം മുതിർന്ന നേതാക്കളുമായി സംസാരിക്കും, റൈസ് ഷെയ്ഖ് വ്യക്തമാക്കി. ബാബരി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട് ഉദ്ധവ് താക്കറെയുടെ അടുത്ത അനുയായി മിലിന്ദ് നർവേക്കറുടെ വിവാദ പരാമർശത്തെ തുടർന്നാണ് മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ സഖ്യമായ MVA വിടാൻ സമാജ്വാദി പാർട്ടി തീരുമാനിച്ചത്. സമാജ്വാദി പാർട്ടിക്ക് ഒരിക്കലും സാമുദായിക പ്രത്യയശാസ്ത്രത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. അതിനാൽ മഹാവികാസ് അഘാഡിയിൽ നിന്ന് തങ്ങൾ സ്വയം പിന്മാറുകയാണെന്നായിരുന്നു അസ്മി എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞിരുന്നത്. ബാബരി മസ്ജിദ് തകർത്തതിന്റെ 32ാം വാർഷികത്തിൽ മിലിന്ദ് നർവേക്കർ പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റാണ് സമാജ്വാദി പാർട്ടിയെ ചൊടിപ്പിച്ചത്. ബാബരി പൊളിച്ചവരെ ഓർത്ത് അഭിമാനം കൊള്ളുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്. ബാബരി മസ്ജിദിന്റെയും ശിവസേന സ്ഥാപകനായ ബാൽ താക്കറെയുടെയും ചിത്രവും അടങ്ങുന്നതായിരുന്നു പോസ്റ്റ്. ഉദ്ധവ് താക്കറെയുടെയും ആദിത്യ താക്കറെയുടെയും ചിത്രവും മിലിന്ദ് പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. മഹാരാഷ്ട്ര നിയമസഭയിൽ 2 MLAമാരാണ് സമാജ്വാദി പാർട്ടിക്കുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് MVA സഖ്യകക്ഷികൾ വിട്ടുനിന്നിരുന്നു. എന്നാൽ ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള സഖ്യത്തിന്റെ തീരുമാനം ലംഘിച്ച് സമാജ്വാദി പാർട്ടി MLAമാരായ അബു അസീം അസ്മിയും റൈസ് ഷെയ്ഖും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു.